പണ്ട് കാലത്ത് സിനിമാ മോഹികൾ നേരെ വണ്ടി പിടിക്കുന്നത് മദ്രാസിലോട്ടാണ്. അത് ഒരു ആക്ടർ ആവാനോ അല്ലെങ്കിൽ ഡയറക്ടർ ആവാനോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ട് പ്രൊഡ്യൂസ് ചെയ്യുക ഡയറക്ഷൻ എന്നൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കള്ളവണ്ടി കയറുന്നത് മദ്രാസിലോട്ടാണ്. എന്നാൽ ഇന്ന് കൊച്ചിയിലോട്ടാണ് ആൾക്കാർ വണ്ടി കയറുന്നത്. അങ്ങനെ 5 വർഷം മുമ്പ് കൊച്ചിയിലോട്ട് ഒരാൾ വണ്ടി കയറി. എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു പാട്ട് പാടണമെന്ന് വെച്ചാൽ പാടണ്ട, എന്നാൽ പാട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, മ്യൂസിക് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ആവണം എന്ന ആഗ്രഹത്താൽ ഒരു വ്യക്തി 5 വർഷം മുമ്പ് ഫാമിലി ആയിട്ട് കൊച്ചിയിലോട്ട് ചേക്കേറി. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. സാലിക് സിക്കാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ഞാനും നീയും പോലെ നമ്മളൊന്നായി ചേരും നമ്മിൽ. സ്വപ്നങ്ങൾ കാരണം തളരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും പിടിച്ചു കയറണം എന്ന് തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പാട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ വേണം, പ്രതിസന്ധികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നല്ല വരികൾ കിട്ടും, നല്ല സംഗീതം കിട്ടും. പ്രതിസന്ധികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കാറ്റും കോളും നീയും ഞാൻ ഇന്നും അതിന്റെ ഒരു 10 പേജിൽ കൂടുതൽ വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചതിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളറിയാതെ തന്നെ മറ്റുള്ളവര് നമ്മളെ കൊണ്ടും ചതിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലയാള സിനിമയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് പൃഥ്വിരാജൊക്കെ പുതിയ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ട്. വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഇപ്പൊ നിലവിലുള്ള എല്ലാ നടന്മാർക്കും ഉണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭവിയാണ്, ഞാൻ പറയും. സാലിക്, ഞാൻ നേരത്തെ പറഞ്ഞ 5 വർഷം മുമ്പ് കൊച്ചിയിൽ എത്തിയതാണ്. 5 വർഷത്തിലെ കൊച്ചി ജീവിതം എങ്ങനെയാണ്? അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. എനിക്ക് തോന്നുന്നു ഈ കൊച്ചി ജീവിതം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, നമ്മള് പണ്ട് കാലത്ത് മദ്രാസിലേക്കോ അല്ലെങ്കിൽ മുംബൈയിലേക്കോ ഒക്കെ കയറുന്ന കാര്യം പറഞ്ഞല്ലോ, വണ്ടി കയറുന്ന കാര്യം, കള്ളവണ്ടി കയറുന്ന കാര്യം. ഉറപ്പായിട്ടും മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആളുകള് തീർച്ചയായിട്ടും എറണാകുളത്തേക്ക് തന്നെയാണ് വണ്ടി കയറേണ്ടത്. ഇപ്പോ കന്നഡ സിനിമയെ സ്നേഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ബംഗളൂരുവിലേക്ക്, തമിഴാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിലേക്ക്, അങ്ങനെ തന്നെയാണ് കയറേണ്ടത് അല്ലെ. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളാണല്ലോ നമ്മളെയൊക്കെ ഇങ്ങനെ വളർത്തുന്നതും പിന്നെ അതുപോലെ തന്നെ തളർത്തുന്നതും ഒക്കെ സ്വപ്നങ്ങൾ തന്നെയാണല്ലോ. സ്വപ്നങ്ങൾ കാരണം തളരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും പിടിച്ചു കയറണം എന്ന് തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. നമ്മള് മറ്റെന്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മനസ്സിൽ എഴുതണം, അത് പുറത്തിറക്കണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, അതെ സ്വപ്നം എന്നൊക്കെ പറയാം, അതിന്റെ പുറത്ത് വണ്ടി കയറിയതാണ്. അത് നമ്മളൊരു 2 സോങ് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു 5 വർഷത്തോളം എടുത്തു എന്ന് തന്നെ പറയാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ പാട്ടുകൾ ചെയ്യാമായിരുന്നു, പക്ഷെ അതിന് താല്പര്യമില്ലായിരുന്നു. ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടണം, നല്ല രീതിയിൽ ചെയ്യണം എന്ന് തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതുപോലെ തന്നെ സാധിച്ചു വരുന്നു എന്ന് പറയാം. അതായത് 2 സോങ് ചെയ്യാനായിട്ട്, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഇപ്പൊ പ്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടില് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക, കാശിറക്കുക, പാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാല് പാട്ടിന് കാശിറക്കുക എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട് ജനങ്ങൾക്കിടയിൽ. ശരിക്കും മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാല് മ്യൂസിക്കിന്റെ കമ്പോസിങ്, ഡയറക്ഷൻ, എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളും അല്ലെ. 2 പാട്ട് അല്ലെങ്കിൽ 2 സോങ് ചെയ്യാനായിട്ട് 5 വർഷം കാലങ്ങൾ എടുത്തു. എന്തുകൊണ്ടാണ് ഇത്ര വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നത്? നമ്മള് എങ്ങനെയെങ്കിലും നമുക്ക് പാട്ടുകൾ ചെയ്യാന്ന് പറഞ്ഞല്ലോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ആര് വെച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഒരു ഭാവന അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ സ്വപ്നം അതൊക്കെ ഒന്ന് പുറത്തേക്ക് വരണം എന്നുണ്ട്, വരുത്തുന്ന രീതി. എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത്? തീർച്ചയായിട്ടും പാട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ വേണം, പ്രതിസന്ധികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നല്ല വരികൾ കിട്ടും, നല്ല സംഗീതം കിട്ടും. പ്രതിസന്ധികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക മേഖലയിൽ എന്നൊന്നുമില്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായാൽ മതി. പ്രതിസന്ധികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രതിസന്ധിയാണ് ഒരാളെ പാട്ടുകാരനാക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് ഉള്ളിലെ ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് വരികൾ വരാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സ്നേഹം തീർച്ചയായിട്ടും വലിയൊരു ഘടകം തന്നെയാണ്. ഇപ്പൊ ഞാന് കൂടുതലായിട്ട് നോക്കുന്നത്, ഇപ്പൊ എന്നോടൊരു റാപ്പ് സോങ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നോടൊരു പ്രണയം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ചെയ്യാൻ പറഞ്ഞാൽ, ഒരു മെലഡി എഴുതാൻ പറഞ്ഞാൽ എനിക്ക് അതിന്റെ പ്രത്യേകിച്ച് അതിന്റെ ഒരു സ്ക്രിപ്റ്റോ അങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കിട്ടും. ആ ഒരു പശ്ചാത്തലം എനിക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോ 2 സോങ് എഴുതി, അത് കമ്പോസ് ചെയ്തു, പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ താങ്കൾ എങ്ങനെയാണ് മ്യൂസിക്കിലോട്ട് എത്തുന്നത് പാട്ട് പഠിക്കാതെ?
നമ്മള് ചിലപ്പോൾ എഴുതുന്ന ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് വായിക്കുന്ന ആളായിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും. അതെ അതെ. ഞാൻ ശരിക്കും നന്നായിട്ട് വായിക്കുന്ന ആളൊന്നുമല്ല. ഉം. വായിക്കുന്നതിനെ ഇപ്പൊ നിങ്ങളൊരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു വലിയൊരു പുസ്തകം, ഇപ്പോ KR മീരയുടെ ആരാചാർ എന്ന് പറയുന്ന ഒരു ബുക്കാണെന്നുണ്ടെങ്കിൽ അതൊരാഴ്ച കൊണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ തീർക്കാൻ സാധ്യതയുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ കളക്ഷനിൽ അതുണ്ട്. പക്ഷെ ഞാൻ ഇന്നും അതിന്റെ ഒരു 10 പേജിൽ കൂടുതൽ വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് വായിച്ചതിനെ നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതായത് നമ്മളൊരു ഒരു പാരഗ്രാഫ്, ചെറിയൊരു പാരഗ്രാഫ് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ അതിന്റെ ആഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ആരാചാരം എഴുതാനുള്ള ഒരു സാധനം നമുക്ക് കിട്ടും. അപ്പൊ അത്രയും ചിന്തിച്ചാൽ മതി, അത്രയും ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാലാണ് നമുക്ക് അടുത്ത എന്തെങ്കിലും കിട്ടുള്ളൂ. അതെ അതെ അതെ. വായിക്കുന്നതിനെ വളരെ ഉദ്ഗ്രഥിതമായിട്ട് പഠിക്കുക, വായിക്കുക, ചിന്തിക്കുക എന്നൊക്കെ പറയും. ഇനി വാട്ട് അബൌട്ട് യുവർ ലൈഫ്? എങ്ങനെയാണ് മ്യൂസിക് എന്നൊരു കമ്പം ഉള്ളിൽ കയറിയത്? എപ്പോഴാണ്? വളരെ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് പാടുന്നവരെ കണ്ടാൽ നമുക്ക് അതിയായി ആഗ്രഹിക്കുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ നന്നായിട്ട് മോഹിക്കുക, അല്ലെങ്കിൽ അവരോട് ചെറുതായിട്ടൊരു അസൂയ വരിക, നമുക്ക് അതുപോലെയൊക്കെ ആവാൻ കഴിയുമോ എന്നുള്ളത്. ചെറുതായിട്ടൊക്കെ പാടാൻ അറിയാം, അതുകൊണ്ടായിരിക്കാം അത്തരം ചിന്ത വരുന്നത്. അവരെ പോലെ ആവാൻ കഴിയുമോ എന്നൊക്കെ ചിന്ത ചെറിയൊരു രീതിയിൽ നമുക്ക് പാടാൻ കഴിയുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ അതിലൂടെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് സ്റ്റേജിലൊക്കെ ഈ മദ്രസയിൽ പഠിക്കുമ്പോൾ കലോത്സവങ്ങളിലൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മള് പാടാൻ പോവാറുണ്ട്, പാടിയിട്ടുണ്ട്, സ്കൂൾ തലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയില്ല, തീർച്ചയായിട്ടും നമ്മളെ ഓരോ മലയാളികളെയും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന 2 ലെജൻസ് ഇവിടെ ഉണ്ടല്ലോ, മമ്മൂക്ക, ലാലേട്ടൻ. അതെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഉറപ്പായിട്ടും മമ്മൂട്ടി എന്ന മഹാനടനാണ് എന്ന് തന്നെ പറയാം. ഓരോ ആളുകളെയും മമ്മൂക്ക, ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നുകൊണ്ട് അവര് ഉള്ള സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോ അദ്ദേഹമൊക്കെ ചെയ്ത ഓരോ കഥാപാത്രങ്ങളാണ് നമ്മളെ സിനിമയിലേക്ക് വീണ്ടും വീണ്ടും എത്ര വീഴ്ചകൾ ഉണ്ടായാലും വീണ്ടും നമ്മളെ കൈപിടിച്ച് അവര് ശരിക്കും ഓരോ മലയാളികളെയും ഓരോ ആഗ്രഹികളെയും പിടിച്ചുയർത്തുന്നുണ്ട് ശരിക്കും അവര്. ഫിസിക്കലായിട്ട് നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട്, അവരത് അറിയുന്നില്ല എങ്കിലും. അപ്പൊ അങ്ങനെ ഒരു ഫിസിക്കൽ ടച്ച് ആണ് താങ്കൾ പാട്ടിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അവരുടെ ഒരു വലിയ സ്വാധീനം എന്നിലുണ്ട്. നമ്മൾ കൊച്ചിയിലെത്തിയ കാര്യം പറഞ്ഞു, എവിടെ നിന്ന് കൊച്ചിയിലെത്തി എന്ന് പറഞ്ഞില്ല. ജനിച്ചു വളർന്ന ഞാൻ എടക്കര നിലമ്പൂര് ആണ് എന്റെ വീട്, മലപ്പുറം ജില്ലയിൽ. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു ടീച്ചറാണ്? ആ ടീച്ചർ ആയിരുന്നു, ടീച്ചറല്ല, ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ടീച്ചർ ട്രെയിനർ ആയിരുന്നു. അതൊരു 7 വർഷത്തോളം നമ്മൾ തുടർന്നു. എന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഏതൊരു പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏതൊരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ കൂടുതൽ കാലം ഞാൻ നിൽക്കില്ല എന്നുള്ളതാണ്. കാരണം എന്താ, കഴിയില്ല. കാരണം അപ്പോഴേക്കും ഈ സിനിമ എന്ന് പറയുന്ന ആഗ്രഹം അത് ഉച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത വണ്ടി പിടിക്കും ഇങ്ങോട്ട്. അത് രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പാട്ട് എഴുതി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാട്ട് എഴുതി. അതൊരു 6-8 ലിറിക്സ് അത് വന്നതിന് ശേഷം അതിനൊരു ട്യൂൺ കൊടുത്തു ഞാൻ. ആ പാട്ട് ഏതാ എനിക്ക് ഓർമ്മല്ല കേട്ടോ, കൃത്യമായിട്ട് ആ ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ട്. അത് ട്യൂൺ ചെയ്തപ്പോ എനിക്കത് നന്നായിട്ട് ബോധിച്ചു. എനിക്കത് ബോധിച്ചപ്പോ എനിക്കിതൊരു സിനിമാക്കാരനെ കാണിക്കണം, എന്ത് ചെയ്യും എന്നറിയില്ല. ഞാൻ സിബി മലയിൽ സാറിന്റെ നമ്പർ എടുത്തിട്ട് ശരിക്ക് അവിടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഒറ്റ രൂപ കോയിൻ ഇട്ടുകൊണ്ട് നമുക്ക് സാറിനെ വിളിക്കാം, സാറിന്റെ ഫോണിലേക്ക് വിളിക്കാം, മീൻസ് ലാൻഡ് ലൈനിലേക്ക് വിളിക്കാം. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ നിന്ന് ട്രെയിൻ കയറി എറണാകുളത്തേക്ക്, എന്നിട്ട് ഇവിടുന്ന് കോയിൻ ഇട്ടു. ഇവിടുന്ന് കോയിൻ ഇട്ടിട്ട് സാറിനെ വിളിച്ചിട്ട് സിബി സാറല്ലേ, അതെ സാറേ ഞാൻ നന്നായിട്ട് പാട്ട് എഴുതും, സംഗീതം കൊടുക്കും, എനിക്കൊരു അവസരം തരുമെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു എനിക്കൊരു ഗാനരചയിതാവിന്റെ ആവശ്യമില്ല. ഓക്കെ സാർ, അവിടെ വെട്ടിച്ച് നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ വണ്ടി കയറി. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ആഗ്രഹങ്ങൾ ചിലപ്പോ നമ്മളെ പല തരത്തിലുള്ള ചാപ്പല്യങ്ങൾ നമ്മളിൽ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഇൻ കേസ് പെട്ടെന്ന് അന്ന് ഇങ്ങോട്ട് പോരെന്ന് പറയുമ്പോ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് ചാപ്പല്യങ്ങളിലൂടെ ആണ് ഫസ്റ്റ് റിജക്ഷൻ സിബി മലയിൽ നിന്ന് കിട്ടി. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോയി? പിന്നെ അടുത്തൊരു ഡയറക്ടർ ആരെ കണ്ടത്? ജയസൂര്യ എന്നോട് കഥ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി അറിയൊന്നുമില്ല കേട്ടോ, പക്ഷെ കഥ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചെറിയ പ്രായത്തിൽ കഥ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്.
അവസാനം ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് എത്തിയത് നമ്മള് Okay. അതങ്ങനെ സിനിമയാകും എന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി എന്ന് പറയാം. അതിന് പല കാരണങ്ങളുണ്ട്. പിന്നെ ഇവിടെ വന്നു. പിന്നെ നമ്മള് ഇബ്രാഹിം കുട്ടിക്കനൊക്കെ പേഴ്സണലി അറിയാം, മമ്മൂക്കയുടെ Okay. അനിയന്റെ ഫാമിലി. മനസ്സിലായി. അതെ അതെ അതെ. ഒരു സിനിമാ ലോകത്തേക്ക് എത്തണമെങ്കിൽ ഒരു ഗോഡ് ഫാദർ വേണം എന്നാണ് പൊതുവെ ഒരു അടക്കം പറച്ചില്. അങ്ങനെ ഒരു ഗോഡ് ഫാദർ ഉണ്ടോ ഇപ്പോ, അല്ലെങ്കിൽ ആരെ ഗോഡ് ഫാദർ ആക്കും? ഇല്ല, അങ്ങനെ ഒരു ഗോഡ് ഫാദർ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു 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 സമീപനം എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആളുകൾ എന്ന് പറഞ്ഞല്ലോ, അവരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഓരോ ആളുകൾക്കും ഗോഡ് ഫാദർ ആയിട്ട് എടുക്കാം എന്നുള്ളതാണ്. Okay. അവര് വല്ലാതെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അവർ തന്നെയാണ് ഇപ്പോഴും നമ്മളെ നിലനിർത്തുന്നത് എന്ന് പറയാം. സാലിഹിനെ നമ്മൾ ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വിളിച്ചത് എന്താണെന്ന് വെച്ചാല് 123 മ്യൂസിക്കിൽ റീസെന്റ് ഒരു സോങ് ഒരു മാസം മുമ്പാണ് ഇറങ്ങിയെന്ന് തോന്നുന്നു. ആ സോങ് കേട്ടപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, ആരാണ് പുതിയൊരു കമ്പോസർ അല്ലെങ്കിൽ പുതിയൊരു മ്യൂസിക് പ്രൊഡ്യൂസർ നമ്മുടെ കൊച്ചിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മളിവിടെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിനിമാ ലോകത്തേക്ക് ഒരു എൻട്രി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റിജക്ഷൻ അല്ലെങ്കിൽ നെഗ്ലിഷൻ വരുന്നത് ഫാമിലിന്നാണ്. നീ എന്തിനാ സിനിമയ്ക്ക് പോകുന്നത്, നിനക്ക് വല്ല ജോലി, ഒരു ടീച്ചർ കൂടി ആണല്ലോ, അപ്പൊ അത് ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്തുകൂടെ എന്ന് വല്ലപ്പോഴും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഫാമിലിന്ന്? ഇല്ല, അങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞിട്ടില്ല. അത് ഭാഗ്യം. അത് ഭാഗ്യം മാത്രമല്ലാതെ ഓക്കെ. നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്നോട് പറഞ്ഞാല് ഞാൻ കേൾക്കില്ലെന്ന് അവർക്ക് അറിയുന്നത്. ഭാഗ്യം ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഫാമിലി ഇത്ര വല്ല ഫാമിലി ആണ്. അതെ അതെ, ഫാമിലി നല്ലതാണ്. പക്ഷെ അതുകൊണ്ടുകൂടി ആയിരിക്കാം എന്നോട് പറയാതിരിക്കുന്നത്. ഓക്കെ. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാവും ആളുടെ ഒരു ആഗ്രഹമല്ലേ, എത്തുന്നെങ്കിൽ എത്തട്ടെ എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഒരു പക്ഷെ ഉണ്ടാവും. ഇപ്പൊ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് കൂടെ? ഇപ്പൊ എന്റെ കൂടെ വൈഫുണ്ട്, 3 കുട്ടികളുണ്ട്, പിന്നെ ഉമ്മ ഉപ്പ നാട്ടിലാണ്. അതെ അതെ. ഒറ്റ മോനാണ്? ഒറ്റ മോനാണ്. 2 പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാരുണ്ട്. അതെ അതെ. ഓക്കെ. അപ്പൊ ഭാര്യയും കുട്ടികളൊക്കെ എങ്ങനെയാണ്? ഭാര്യ ഇതിനൊക്കെ സപ്പോർട്ടീവ് ആണ്? ഭാര്യ ടീച്ചറായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറിയപ്പോ ഭാര്യ ആ ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും കൂടെ ഉണ്ട്, നിങ്ങളുടെ സിനിമ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഭാര്യ എന്ത് ചെയ്യുന്നു കൂടെ? ഇല്ല, ഇപ്പൊ വീട്ടില് ഇരിക്കുകയാണ്. പിന്നെ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഒരു സോങ് ഇറങ്ങി, ഇനിയിപ്പോ പുതിയൊരു സോങ്, 2ാം സോങ് ഇന്നലെ ഒരു ലിറിക്കൽ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഇത് 123 മ്യൂസിക്കിലാണ് ഇപ്പോ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളത്. അതെ, ഒരു ടോട്ടൽ 5 സോങ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു സോങ്ങിന്റെ ഷൂട്ട് അടുത്ത ആഴ്ച ലാസ്റ്റ് ഒക്കെ ആയിട്ട് തുടങ്ങും. എന്തുകൊണ്ട് സിനിമയിലേക്ക് ട്രൈ ചെയ്തില്ല, അല്ലെങ്കിൽ സിനിമയിൽ ട്രൈ ചെയ്ത് കിട്ടിയില്ല എന്ന് ഒരു തോന്നൽ? ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമ അനൗൺസ് ചെയ്താന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് വേണ്ടി എടുത്തു വെച്ച സോങ് ആയിരുന്നു ഇത്. അപ്പോ സിനിമ ആണ് നമ്മൾ ട്രൈ ചെയ്തത്. പിന്നെ സിനിമ നടക്കാത്തത് കൊണ്ട് നമ്മൾ അതിലെ സോങ് ആണ് 123 മ്യൂസിക്സിന് കൊടുത്തത്. അവർക്ക് കേൾപ്പിച്ചു കൊടുത്തപ്പോ 123 മ്യൂസിക്സിന്റെ MD ഇർഷാദ് ഖ, പുള്ളിക്കാരനെ നേരിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശരിക്കും പറ്റില്ല. പക്ഷെ എന്നെ ബന്ധപ്പെടുത്തി തന്ന ഒരാളുണ്ട്, സുദീപ് പാലനാട്, സിംഗറാണ്, സൂഫിയും സുജാതയിലൊക്കെ അൽഹംദുലില്ലാ പാടി. അതെ അതെ. സത്യം പറയല്ലോ, പുള്ളിക്കാരൻ കാരണമാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതെന്ന് പറയാം. അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാരണവുമില്ലാതെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് വിളിച്ച് സംസാരിച്ച് കഥ പറഞ്ഞ് നിൽക്കുന്ന ഒരു മൂഡിലൊന്നും അല്ല ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് സുദീപ്. തീർച്ചയായിട്ടും ആ നന്ദി എപ്പോഴും അദ്ദേഹത്തിനോട് ഉണ്ടാവും. ഓക്കെ. പണ്ട് മ്യൂസിക് ആൽബം എന്ന് പറഞ്ഞാൽ അതൊരു ഹിറ്റ് അടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സുന്ദരിയേവ, ചെമ്പകമേ, അന്ന് മൂവി സോങ്ങിനെയാണ് കൂടുതൽ ആൾക്കാർ കേട്ടോണ്ടിരുന്നത്, മ്യൂസിക് ആൽബംസ് ആയിരുന്നു. തീർച്ചയായിട്ടും. ഇന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ 2026 എത്തുമ്പോൾ മ്യൂസിക് ആൽബംസത്തിന്റെ ഒരു തള്ളിച്ച അല്ലെങ്കിൽ കടന്നുകയറ്റം കുറഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. ഉണ്ടെങ്കിലും അധികം എന്താ പറയാ, മറ്റു ലാംഗ്വേജിലുള്ള ആൽബംസ് അല്ലെങ്കിൽ കവർ സോങ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റ് നിൽക്കുന്ന പോലെ മലയാളത്തിൽ അങ്ങനെ ഒരു മ്യൂസിക് ആൽബംസ് എവിടെയും തള്ളിക്കേറുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇടം പിടിക്കുന്നില്ല പണ്ടത്തെ ആ ഒരു ഹിറ്റുകളെ പോലെ. അത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ അതിന് എന്തുകൊണ്ടാണെന്ന് ഒരു അഭിപ്രായമുണ്ടോ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ, പണ്ട് മീൻസ് ഒരു 10-15 വർഷം മുമ്പ് വരെ അല്ലെ, ഖൽബാണ് ഫാത്തിമ സമയത്ത് അതൊക്കെ തോന്നുന്നു ഇപ്പോഴും അതൊക്കെ നന്നായിട്ട് നിലനിൽക്കും. ഇപ്പൊ രാജമാണിക്യത്തിലൊക്കെ മമ്മൂക്ക പാടുന്നുണ്ട്, പിന്നെ കൊല്ലം ഷാഫിയുടെ ഒക്കെ പരിപാടികളൊക്കെ. അവരൊക്കെ ആ സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു പ്രണയത്തിന്റെ ഒരു ഭാഷ മാറിയത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ആദ്യം പ്രണയത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് അതിനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഇപ്പൊ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെ.
നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് അതുപോലെയുള്ള ഒരു പാട്ട് നമ്മൾ എഴുതാനോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കാനോ നമ്മൾ മടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ. ഇന്ന് അതുപോലെ ഒരു ഖൽബാന ഫാത്തിമ അല്ല, അതൊക്കെ എപ്പോഴും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഉം. പിന്നെ കൊല്ലം ഷാഫിയുടെ ഒക്കെ ഒരുപാട് പാട്ടുകൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അന്ന് ഹിറ്റ് അടിച്ച ഒരുപാട് ഗാനങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നമുക്കതൊരു കേൾക്കുമ്പോൾ ചിലതൊക്കെ ജാള്യത പോലെ തോന്നും. അതെ. അത്തരം പാട്ടുകളൊന്നും ഇന്ന് ആളുകൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രണയത്തിന്റെ ഭാഷ മാറിയത് കൊണ്ടായിരിക്കാം. ഓക്കെ. പക്ഷെ ഇന്ന് പല പാട്ടുകളും ഹിറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സുദീപ് പാലനാടിന്റെ ഒരു ചാരുലത എന്ന് പറയുന്ന അതിരേഴാം മുഖില എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അതെ അതെ, അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് ഈ സിനിമകളിൽ നല്ല ഹിറ്റ് അടിച്ച പാട്ടുകൾ മാക്സിമം ഒരു മാസം, അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ആ പാട്ട് മറന്നു എന്ന് വേണം പറയാനായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ താങ്കളെ പോലെ ഒരു റൈറ്റർ അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയി നിൽക്കുന്ന ഒരു മേഖലയും കൂടിയാണ്, അതായത് ഒരു പോർഷൻ കൂടിയാണ് ആൾക്കാരെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ ആൾക്കാരുടെ ഉള്ളിൽ എപ്പോഴും ഓർക്കുന്ന ഒരു പാട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പോ ഈ കാലഘട്ടത്തിൽ എങ്ങനെ നല്ലൊരു സോങ് ഉണ്ടാക്കാൻ പറ്റും? ഞാൻ ചോദിക്കാനുള്ള റീസൺ, ഇതുപോലെ ഒരുപാട് ആഗ്രഹം, ഞാനൊരു പാട്ട് എഴുതി എനിക്കത് സിനിമയിൽ എത്തിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം മാക്സിമം പോയാൽ അത്ര തന്നെ ഉള്ളൂ. പിന്നെ അവിടെ പാട്ടുകൾ ഇല്ലാതാവുന്നില്ല, വീണ്ടും അടുത്ത ഹിറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ഹിറ്റും ഓരോ മാസത്തിലോ ആഴ്ചയിലോ ഒക്കെ ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അപ്പോ നമ്മളൊക്കെ എഴുതുന്ന പാട്ടുകളിൽ ഏതെങ്കിലും ഒരു പാട്ട് ഒരാഴ്ചയിലെയോ ഏതെങ്കിലും ഒരു മാസത്തെയോ ഒക്കെ ഹിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഇറങ്ങുന്ന, പിന്നെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടിപ്പ്, എന്തെങ്കിലും കാര്യം പറയാൻ പറ്റുമോ? ശരിക്കും ഞാനൊന്നും ഒരിക്കലും ടിപ്സ് കൊടുക്കാൻ പാടില്ല. കാരണം ഒരുപാട് ലെജൻസ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരുടെ അടുത്തുനിന്നൊക്കെ നമ്മൾ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ നമുക്ക് ഇന്ന് ഇവിടെ താങ്കൾ ലെജൻഡ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ബിക്കോസ് ലെജൻസിനെ നമുക്ക് ക്യാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ബൈറ്റ് കിട്ടാനോ ഭയങ്കര പാടായിരിക്കും. താങ്കളെ പോലെ ഒരു പിച്ച് മേക്കർ, അല്ലെങ്കിൽ ആദ്യം ചൂട് വെച്ച് 5 വർഷത്തെ ഒരു പ്രയത്നമാണല്ലോ ഇന്നിപ്പോ 2 സോങ്ങും 5 സോങ് എത്തി, പക്ഷെ 2 സോങ് ഇപ്പൊ റിലീസായി. അപ്പൊ താങ്കൾ ഫേസ് ചെയ്ത ചലഞ്ചസും അല്ലെങ്കിൽ താങ്കൾക്ക് പറയാനുള്ള ടിപ്പ് എന്താണെന്നാണ് നമുക്ക് പ്രേക്ഷകരോട്? ഇപ്പോ എന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രണയം പോലെയുള്ള പാട്ടുകള്, അതുപോലെ തന്നെ കുറച്ച് സാഡ് സോങ്സ് ഒക്കെ എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒരു റാപ്പ് മൂഡ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ MG സാറ് പാടുന്ന പോലെയുള്ള തങ്കണക്കത്തില്ലെന്തില്ലം, അതുപോലെയുള്ള പരിപാടികൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോയിന്റിൽ ഒതുങ്ങി നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്. എല്ലാം ട്രൈ ചെയ്യണം എന്നുള്ളത്. എല്ലാ ജോണറിലേക്കും. അതെ 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 അതെ, ഞാനും അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഈ മ്യൂസിക് ട്യൂൺ ചെയ്യുമ്പോൾ രാഗത്തിലൊക്കെയാണ് നമ്മൾ സാധാരണ ട്യൂൺ ചെയ്യുക. നമ്മളിപ്പോ വയലാർ എഴുതി മറ്റുള്ള ആൾക്കാർ ഈണം നൽകി പാട്ട് പാടി നിന്നാണെന്നാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. താങ്കൾ എങ്ങനെ വരി എഴുതിയിട്ട് ട്യൂൺ ചെയ്യും? ശരിക്ക് ഈ രാഗം ഞാൻ നോക്കാറ്, ട്യൂൺ ചെയ്ത് കഴിഞ്ഞതിനെ ചെയ്ത് ഏത് രാഗമാണെന്ന് നോക്കാറ്. ഞാൻ ചിന്തിച്ചോട്ടെ, അപ്പോഴാണ് ആഹിരി രാഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാഗങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഓ, ഇങ്ങനെ ഉണ്ടായിരുന്നോ? അതെ അതെ അതെ. അത് നമ്മള് പിന്നെ ആരോടെങ്കിലും ചോദിക്കും, ഇത് ഏത് രാഗത്തിൽ വരും, ഇത് ഏത് സ്കെയിലാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കും. താങ്കൾ എങ്ങനെയാ അത് ട്യൂൺ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് അല്ലെങ്കിൽ എനിക്ക് വരികൾ എഴുതിയിട്ട് പിന്നീട് ട്യൂൺ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് പാടാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് രാഗങ്ങളെ കുറിച്ചൊന്നും നമ്മൾ അധികം അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സംഗീതം പഠിക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത്. എന്റെ വരികളിലൂടെ ആ സമയത്ത് തന്നെ ഈ സംഗീതം ഒഴുകുന്നതാണ് ശരിക്കും. അതായത് അപ്പോ തന്നെ അതിന്റെ സംഗീതം കൂടെ കിട്ടുന്നതാണ്. നമ്മളിങ്ങനെ വെറുതെ ചുമ്മാണ്ടിരിക്കുമ്പോ മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോ മഴയെ കുറിച്ചൊരു പാട്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സംഗീതം കൂടെ അതിന്റെ കൂടെ വരികയാണ്. ഇപ്പൊ പ്രണയം ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മളോട് പറഞ്ഞിട്ട്, കഥ പറഞ്ഞിട്ട് അത് നമ്മുടെ മൈൻഡിലുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് കിട്ടും. ഇപ്പോ കഴിഞ്ഞ മാസം ഇറങ്ങിയ ഈ കാണണ് കാണണ് എന്ന് പറയുന്ന പാട്ട്, ഞാൻ ആദ്യം കാണണ് കാണണ് കണ്ണഴകു കണ്ടത് നിന്നെ എന്ന് എഴുതിയതല്ല. അത് കാണണ് കാണണ് കണ്ണഴക് കണ്ടത് നിന്നെ, ഇങ്ങനെ കിട്ടിയതാണത്. കൊള്ളാം കൊള്ളാം. അപ്പൊ പാട്ട് പാടാൻ പറ്റില്ല എന്ന് പറയുന്നത്, പാട്ട് നന്നായി പാടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു സിറ്റുവേഷൻ തരണമെങ്കിൽ വരികൾ വരും? ഒരു പക്ഷേ വരും, ഉറപ്പൊന്നുമില്ല, വരും. നമുക്ക് ഈ സ്പോട്ടിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പോ കിട്ടാം. ഇപ്പൊ എന്തായാലും മഴക്കാലമാണല്ലോ, മഴയോ ആലോചിച്ചിട്ട് 2 വരി
മഴയാണ്, നല്ല ചുറ്റിനും നല്ല മഴ. ഉം. മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ്, പരിപ്പ് ആര് മൂട്. മഴവില്ലിൻ നിറമേഴു വർണ്ണങ്ങളിൽ ചാലിച്ചു ചാലിച്ചു വരച്ചെടുത്തു. മഴവില്ലിൻ നിറമേഴു വർണ്ണങ്ങളിൽ ചാലിച്ചു ചാലിച്ചു വരച്ചെടുത്തു. അങ്ങനെ പാടാം. അങ്ങനെ പാടാം, എന്തെങ്കിലും പാടാം. അതിന് ബാക്കി ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഉം. മഴവില്ല് ഉണ്ടാകുന്നത് അല്ലെ, ഉണ്ടാക്കാൻ കഴിയുന്നത് കൃത്രിമമായിട്ട്, അതെ. അതിന് ആ രൂപത്തിലേക്കും എടുക്കാം. വെള്ളം ചിതറുമ്പോൾ അല്ലെ, അതെ. നമ്മള് വെള്ളം ചീറ്റിച്ച് തുപ്പുമ്പോൾ ഉം. അതിൽ മഴവില്ല് മഴവില്ല് വരാറുണ്ട്. വെള്ളം ചിതറുമ്പോൾ ഉള്ളിൽ തുടിക്കുന്ന 7 നിറങ്ങളും മഴവില്ലാണ്. അടിപൊളി, അടിപൊളി. താങ്കൾ പ്രൂവൺ ടാലന്റഡ് അല്ലെങ്കിൽ ടാലന്റഡ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് അല്ല ഇതെങ്ങനെ അങ്ങനെയല്ലേ, സാധിക്കുന്നു. അത് എനിക്കറിയില്ല, അത് വന്നു പോകുന്നതാണ്. ഓക്കെ. അതായത് നമ്മളൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇതിന് അനുയോജ്യമായ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. ഒരു പാട്ടിൽ ഏറ്റവും ചലഞ്ചിങ് ആയ ഒരു അടുത്തൊരു ഫേസും കൂടിയാണ് റിപ്പീറ്റേഷൻ വരാൻ പാടില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ട്യൂൺ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോ ഒരു പാട്ട് നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ? ഇത്തരം കൊനിഷ്ഠ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്നുള്ളതാണ്. അല്ല, നമ്മള് ആലോചിക്കുമ്പോ ഓരോ പാട്ടുകൾ ദിനംപ്രതി ഇറങ്ങുന്നുണ്ട്. അപ്പോ പണ്ടില്ല ഇപ്പോഴും ഉണ്ട്, അതായത് ഇന്ന പാട്ടിന്റെ കോപ്പിയടിയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിന്നൊക്കെ പിക്ക് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും. താങ്കൾ എവിടെന്നെങ്കിലും ഇന്ന് വരെ കോപ്പി അടിച്ചിട്ടുണ്ടോ? ഞാന് കോപ്പി അടിച്ചിട്ടില്ല. ഞാന് എന്റെ ഒരു ബ്രദർ ഉണ്ട്. ശരിക്കും എഴുത്തിനോടുള്ള അതിയായ ആഗ്രഹം വരാൻ കാരണം എനിക്ക്, അവന് നന്നായിട്ട് എഴുതും. സമീർ എന്നാണ് പേര്, അധ്യാപകൻ തന്നെയാണ്. അവന് നന്നായിട്ട് എഴുതും. അവന്റെ എഴുത്തുകള് നമ്മൾ കാണാറുണ്ട്. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ അങ്ങനെ എഴുതുന്ന ആളുമല്ല, അങ്ങനെയെന്നല്ല, എങ്ങനെയും എഴുതുന്ന ആളല്ല. പക്ഷെ അവന്റെ എഴുതുന്ന രീതി എനിക്കിഷ്ടമാണ്. അങ്ങനെ അവനോടുള്ള അവന്റെ എഴുത്തിനോടുള്ള ഒരു ആഗ്രഹമാണ് ശരിക്ക് എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയാം. എഴുത്തുകാരൻ എന്നൊന്നും പറയാനായിട്ടില്ല, എഴുതാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയാം. കോപ്പി അടിച്ചിട്ടില്ല. അതെ, എക്സാം ഒക്കെ എഴുതുമ്പോൾ കോപ്പി അടിച്ചിട്ടുണ്ടെന്നല്ലാതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഒരു പാട്ടുകാരനല്ലെങ്കിൽ എന്താവുമായിരുന്നു? ഞാനൊരു പാട്ടുകാരൻ ആയിട്ടില്ലായിരുന്നെങ്കിൽ ലിറിക്സിസ്റ്റോ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യനോ അങ്ങനെ വലിയൊരു രീതിയിലായെന്നല്ല, പക്ഷെ അങ്ങനെ ആവില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു പാട്ടുകാരനായനെ. അതാണ് കോൺഫിഡൻസ്. അതെ അതെ അതെ. ഇപ്പൊ എല്ലാ ചലഞ്ചസും പറഞ്ഞു. ലൈഫിൽ എപ്പോഴും ഇങ്ങനെ ഒരു പോയിന്റ് സ്റ്റക്ക് ആയി നിന്നിട്ടുണ്ടോ? ഉണ്ട്. ഏത് പോയിന്റ് ആണ്, എന്താണ്? ഞാന് സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ അവർക്ക് വേണ്ടിയിട്ട്, അവരെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും നമ്മള് പല കാരണങ്ങൾ കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ അടുത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമീപനം കൊണ്ടോ ഒക്കെ മറ്റുള്ളവർക്ക്, മീൻസ് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേദനിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തെറ്റിദ്ധാരണ. ഈ ലോകത്തിൽ ഏറ്റവും കടുത്ത പാപമാണ് തെറ്റിദ്ധാരണ എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. ഒരിക്കലും ഒരാളെ തെറ്റിദ്ധരിക്കരുത്. ശരിയാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് തെറ്റിദ്ധരിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മളല്ലാത്ത കാരണത്താൽ നമ്മുടെ സൗഹൃദം നമ്മുടെ ഇട്ടിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ സൗഹൃദം നശിക്കുമ്പോൾ ഞാൻ ഒരുപാട് സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ സൗഹൃദം മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പരമാവധി വിട്ടുകളയാതിരിക്കുക. ഒന്നിന്റെയും പേരിൽ നമ്മുടെ ഒരു വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അത് വിട്ടു പോവാതിരിക്കാൻ ശ്രമിക്കുക പരമാവധി. അത് പോയി കഴിഞ്ഞാൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും എന്നെ അത്തരം വേട്ടയാടലുകൾ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും. ഇപ്പോ സൗഹൃദങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിട്ടുള്ളത്. അത് സുഹൃത്ത് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടാവൂല, ചിലപ്പം ഞാൻ കാരണം സുഹൃത്തിന് വേദനിച്ചതുകൊണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? അതുപോലും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. അല്ലാതെ തൊട്ടപ്പുറത്തുനിന്ന് ആള് നമ്മളെ വേദനിപ്പിക്കണം എന്നില്ല. നമ്മൾ ചിലപ്പോ നമ്മൾ പറയുന്ന വാക്കുകളോ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളോ അത് ശരിയാണോ എന്നുള്ളത്, അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ചിലതൊക്കെ മനസ്സിലാവും. അങ്ങനെയാണ്, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പോ താങ്കൾ മ്യൂസിക് ഫീൽഡിലോട്ട് വന്നപ്പോ ഞാൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും ചതിക്കപ്പെട്ടിട്ടുണ്ടോ ലൈഫിലെ?
ചതിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളറിയാതെ തന്നെ മറ്റുള്ളവര് നമ്മളെ കൊണ്ടും ചതിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. നമ്മൾ കാരണമാവില്ല അത്, അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. സിനാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് share ഇല്ല, അത് എന്താ, ചിലതൊക്കെ പേഴ്സണലി ആണല്ലോ, നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല, പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. ഓക്കെ. മനഃപൂർവ്വം ഒരിക്കലും ഒരാളെ ചതിച്ചിട്ടില്ല, മനഃപൂർവ്വം ചെയ്തിട്ടില്ല. ആരെങ്കിലും താങ്കളെ അതായത് ചില ആൾക്കാർ അത് അവർ മനഃപൂർവ്വം ആണോ എന്ന് എനിക്ക് അറിയൂല. അതാണ് നമ്മളെ ചതിച്ച ആളുകള് അത് അവർ നമ്മളെ മനഃപൂർവ്വം ചതിച്ചാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഒരാളോടും എനിക്ക് ദേഷ്യമില്ല, വാശിയില്ല, ഒരാളോടും നമ്മൾ തെറ്റി നിൽക്കാറില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചു ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് സോറി പറയും. ചിലപ്പോ എന്റെ തെറ്റൊന്നും ആവില്ല, എന്നാലും സാരല്ലടാ പോട്ടെ, സോറി ട്ടോ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അപ്പൊ എല്ലാരും മനസ്സിലാക്കുകയാണെങ്കിൽ ലോകം എത്രയോ സുന്ദരമായി. അതെ അതെ, തീർച്ചയായിട്ടും. ഒരു സോറി പറയണം എല്ലാവർക്കും. ആ ഈഗോ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാലാണ് മനുഷ്യനാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും. ഇപ്പോ സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ നിനക്ക് അഭിനയിക്കാം, നിനക്ക് നായകൻ അല്ലെങ്കിൽ നായകന്റെ, അപ്പൊ ഓരോ കാറ്റഗറി ഇങ്ങനെയാണ്. ഇനിയിപ്പോ മ്യൂസിക് ഫീൽഡിലോട്ട് വരുമ്പോൾ എനിക്കധികം പരിചയമില്ലാത്തൊരു സ്ഥലമാണ് ഈ മ്യൂസിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത്ര രൂപ തന്ന നിന്റെ പാട്ട് എടുക്കാം, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പാടിക്കാം, അല്ലെങ്കിൽ നിന്റെ ലിറിക്സ് എടുക്കാം, നിന്നെ കൊണ്ട് മ്യൂസിക് ഡയറക്ടർ ആക്കാം, അങ്ങനെ വലിയ ഓഫേഴ്സ് വന്നിട്ടുണ്ടോ? അതായത് അവർക്ക് പൈസ കൊടുക്കുക, എന്നിട്ട് അവര് എന്റെ സോങ് എടുക്കുക, അതെ, അതാണ് ഉദ്ദേശിക്കുന്നത്? ഇല്ല, അങ്ങനെ ഒരു സംഭവം എനിക്ക് വന്നിട്ടില്ല. വന്നിട്ടില്ല. ഇല്ല. നമ്മുടെ കയ്യിലുള്ള, എന്നെ സംബന്ധിച്ച് എന്താണെന്ന് അറിയാം, ഞാൻ അത്തരം വഴികളിലൂടെയൊക്കെ നമ്മൾ പോയാൽ മാത്രമേ നമ്മളെ അടുത്ത് അത്തരം ചോദ്യങ്ങൾ വരുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പൊ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, ഒരുപാട് സിനിമാക്കാരുമായിട്ട് ബന്ധം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അത്തരം ആളുകളുടെ അടുത്തുനിന്നൊന്നും എനിക്ക് ഒരു മോശമായിട്ടുള്ള അനുഭവമോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളും അവര് മോശപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ മോശമായത് കൊണ്ടോ അല്ലെങ്കിൽ അവര് നല്ലതോ ഞാൻ നല്ലതോ ആയതുകൊണ്ടോ ഒന്നും അല്ലാതെ, നമ്മൾ ആരുമായിട്ടും ഇടപഴകുമ്പോൾ ഉണ്ടാവുന്ന ഒരു രീതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ നമ്മുടെ ക്യാരക്ടർ വേറൊന്നായിരിക്കാം, പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ ഞാൻ നിങ്ങൾ ഏത് രീതിയിലാണോ എന്നെ ഇഷ്ടപ്പെട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലേ, എന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കണം, ജഡ്ജ് ചെയ്യും. എന്നിട്ട് ആ രീതിയിൽ വേണ്ട ഞാൻ നിങ്ങളോട് നിൽക്കാൻ. അങ്ങനെ എല്ലാവരോടും നിന്നാൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം അവർക്ക് കിട്ടും. അപ്പൊ പിന്നെ അത്തരം ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കില്ല. നേരെ മറിച്ച് നമ്മള് അത്തരം കാഴ്ചപ്പാടുകൾ ഇല്ലാതെയാണ് നമ്മൾ മറ്റൊരാളുടെ മുമ്പിലേക്ക് ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിലയിരുത്തും, അവര് നമുക്ക് പ്രൈസ് ഒക്കെ ഇടും. ഇപ്പോ താങ്കൾ പാഷൻ ഫോളോ ചെയ്ത് 5 വർഷം കൊച്ചിയിൽ വന്ന് നിൽക്കുന്നു. ഇതുപോലെ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടാവും. അതിപ്പോ സംഗീതമാവാം, സിനിമയാവാം, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ജോലിയാവാം, പെയിന്റിങ്, അങ്ങനെ ഒരുപാട് പാഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെപ്പോലെ പുരുഷന്മാർക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാല് അത് എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് അതിന് വഴി തേടാനും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഫാമിലി പ്രാരാബ്ദൊക്കെയാണ് ഓരോരുത്തരുടെ പാഷൻ അവിടെ സ്റ്റോപ്പ് ആവുന്നത്. പക്ഷെ ഓരോ സ്ത്രീക്കും ഉള്ളിൽ കുറെ ആഗ്രഹങ്ങളുണ്ട്. അവരിന്നും കാലത്ര മാറിയാലും ചില സ്ത്രീകൾ ഇപ്പോഴും അടുക്കളയിൽ ലോക്കാണ്. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? ഇല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ പുരുഷന്മാർക്ക് വളരെ പെട്ടെന്ന് ഏതൊരു മേഖലയിലേക്കും ആക്സസ്, അല്ലേ, അത് വളരെ എളുപ്പമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവര് പല ഇടങ്ങളിലും സ്ത്രീകള് തളക്കപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുന്നത്. അങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന സ്ത്രീകളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുമാണ്, നന്നായിട്ട് പഠിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചരിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ പിന്നെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കിട്ടും, വലിയ വലിയ ധീരപ്രവർത്തികളൊക്കെ ചെയ്ത്. അങ്ങോട്ടൊന്നും പോകണ്ട, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു സമയത്ത് തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ മഞ്ജു വാര്യർ, അല്ലെ, അവരൊക്കെ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദുബായിലൊരു വൈറ്റനിങ് ക്രീം ചെയ്യുന്നുണ്ടല്ലോ, വെളുത്തിട്ട് പാറുന്ന മറ്റേ പരിപാടി, സ്വൈബത്തുൽ അസ്ലാമി പറഞ്ഞിട്ടില്ലേ, വെളുത്തിട്ട് പാറല്ലേ. അതെ, അവരൊക്കെ ഒരുപാട്, അവരുടെ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഒരു ലൈഫ് ഉണ്ട്. അവരുടെ പല അഡ്വർടൈസ്മെന്റിലും അവര് വെളുത്തിട്ട് പാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അവര് നന്നായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ആളുകളെ. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ അവര് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് തോന്നുന്നു. അപ്പോ
ആരും ഒതുങ്ങിയിരിക്കരുത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞ രണ്ടുപേരും. അവരെ പിന്നെ അനുകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് വെളുത്തിട്ട് പാറ, മഞ്ജു ചേച്ചീനെ അനുകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ജീവിതത്തിൽ പുലർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ. അത് നമ്മള് 4 ചുമരിൽ ഒതുങ്ങാതെ പുറത്തേക്ക് ഇപ്പൊ വരാനായിട്ട് ഒരുപാട് നമ്മുടെ ഒരു ഫോൺ മതി. തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാനാണ് താങ്കൾ പറയുന്നത്. ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളെ ഇവരെ പോലെയുള്ള ഒരുപാട്, ഇപ്പോ ഞാൻ രണ്ടുപേരെ പറഞ്ഞു, ഞാൻ പറഞ്ഞ രണ്ടുപേരെ മറ്റുള്ളവർക്കും പറയാവുന്ന ആളുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു വലിയ വിശാലത ഇവിടെ ഉണ്ട്. പോരാത്തതിന് നമ്മുടെ പുതിയ UDF സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര, തീർച്ചയായും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ സ്ത്രീകളുടെ മൊബിലിറ്റി കൂട്ടുന്നുണ്ട്. അതിനോട് എങ്ങനെ രാഷ്ട്രീയപരമായിട്ട് താങ്കളുടെ വീക്ഷണം എങ്ങനെയാണ്? അത് നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോ എത്ര നല്ല പരിപാടികൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, എത്ര നല്ല കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതിനൊരു പ്രതിപക്ഷ മനോഭാവത്തോടു കൂടി ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ആണുങ്ങൾക്കും കൂടെ അത് വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. പെണ്ണുങ്ങൾക്ക് മാത്രമാവരുത്, ആണുങ്ങളെ കൂടെ അതിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് ഒന്ന് കാറ്റഗറൈസ് ചെയ്ത്, പിന്നെ ഏജ് ഒക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനെ ഒന്നുകൂടെ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരായിരുന്നു. അത് അതായത് സ്ത്രീകൾക്ക് മാത്രമാവാതെ പുരുഷന്മാര് കൂടുതൽ ഡിസർവിംഗ് ആയിട്ടുള്ള കാര്യം. റീസെന്റ് പ്രൈവറ്റ് ബസ്സിൽ ഒരു കുട്ടി ബസ് കയറാൻ നിൽക്കാൻ നോക്കുമ്പോൾ കണ്ടക്ടർ കയറ്റുന്നില്ല, കുട്ടികൾ പുറത്ത് നിൽക്കാണ്. അതിന്റെ പ്രതിഷേധം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത ന്യൂസിൽ കണ്ടിരുന്നു. ശരിക്കും ആവശ്യം കുട്ടികൾക്കും 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അതിനെ അഗ്രി ചെയ്യുന്നു. അതായത് കുട്ടികൾക്ക് ജോലിയില്ല. ഈ 60 വയസ്സ് കഴിഞ്ഞാല് ഒരു മരുന്ന് മേടിക്കണമെങ്കിൽ മക്കളുടെ മുമ്പിൽ യാചിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ മുഖ്യമന്ത്രി എന്തോ അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം വോട്ട് പിടിക്കാനാണോ എന്താണോ എനിക്കറിയില്ല. ചെയ്ത നല്ല കാര്യം തന്നെ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ കോടികളാണ് നഷ്ടം. ഇപ്പൊ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ്. ജൂൺ 15 തീയതി മുതൽ ഓർഡിനറി ബസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ തന്നെ ഇത്ര കോടി ലക്ഷത്തിന് കണക്കുകളൊക്കെ വന്നു. ഇനി പോകെ എങ്ങനെ അത് കവർ ചെയ്യുന്നു? എനിക്ക് എന്റെ ഒരു തോന്നൽ എന്താന്ന് വെച്ചാൽ, ആധികാരികമായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളൊരു ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ നോക്കി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും KSRTC പൂട്ടാൻ സാധ്യതയുണ്ട്. ഇതന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ റീസെന്റ് KSRTC ബസ്സിൽ യാത്ര ചെയ്തു. എങ്ങനെയാണ് ഇതെന്ന് പറയും. ഓർഡിനറി ബസ്സിൽ ഒരു പുരുഷന് കാലുകുത്താൻ സ്ഥലമില്ല. പോരാത്തിന് അതിന്റെ ഇനാഗുറേഷൻ സമയത്ത് ഒരു ലേഡി, പേര് ഞാൻ പറയുന്നില്ല, പുരുഷന്മാരൊക്കെ ഇറങ്ങണം, അതായത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി ബസ് മാറിയോ എന്നുള്ള രീതിയിൽ വരെ പ്രഖ്യാപനം. നിയുക്ത MLA ഞാനും കണ്ടിരുന്നത്. ഇത്രേ ഉള്ളൂ, എല്ലാ പുരുഷന്മാരും ഒറ്റയടിക്ക് ചിന്തിച്ചാൽ മതി, ഞങ്ങൾ ആരും ഇനി KSRTC കയറില്ല. അപ്പൊ പെട്ടെന്ന് പൂട്ടിക്കോളും. കാരണം ഇനിയിപ്പോ ആ ഒരു വരുമാനം മാത്രമല്ലേ ഉള്ളൂ പുരുഷന്മാരുടെ അടുത്തുനിന്ന്. പിന്നെ നമ്മുടെ CM പറഞ്ഞത് പുരുഷന്മാർക്ക് സൗജന്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിലോട്ട് തന്നെ തിരിച്ചു കിട്ടും പൈസ. സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുടുംബത്തേക്ക്. അതൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതെന്താ പറഞ്ഞു മനസ്സിലായോ? ബീവറേജ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് നല്ല പോസിറ്റീവ് ആട്ടോ. അല്ലേ? അതെ, മുഖ്യമന്ത്രിയുടെ പ്രസൻസ് അല്ലേ പോസിറ്റീവ് അല്ലേ? ഭയങ്കര പോസിറ്റീവ്, നല്ല വൈബാണ്. എനിക്ക് തോന്നുന്നു പുതുതലമുറയെ തീർച്ചയായിട്ടും അവരെ ഒന്ന് ഉത്തേജിപ്പിക്കാന്, പുനരുജ്ജീവിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ആളാണ് CM ആവേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതാണ് നമുക്ക് പൂക്കി CM കിട്ടിയെന്നുള്ള. അതൊരു പോസിറ്റീവ് ആണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഒന്നുകൂടി കൂടി ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളോടൊന്നും കൂടി അറിയിക്കണ്ട. പക്ഷെ അവര് ഒന്ന്, എനിക്ക് ഇത് എടുത്തുചാട്ടമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. താങ്കൾക്ക് എന്താ അഭിപ്രായം? അതാണ് രാഷ്ട്രീയം. കാരണം ഓരോ 5 വർഷം കഴിയുമ്പോഴും നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഓരോ തരത്തിലുള്ള എടുത്തുചാട്ടങ്ങളാണ് ഗവൺമെന്റ് മാറി മറിയാൻ സഹായിക്കുന്നത്, കാരണമാകുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഒരു അതൊക്കെ തന്നെ ആയിരിക്കാം ഇത്തരം ഒരു ഭൂരിപക്ഷം. അതെ. ഇപ്പോ താങ്കൾ ഏത് പാർട്ടി ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ഞാൻ പറയും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. 10 വർഷം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ LDF ഭരിച്ചു. അതിനോട് താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു?
എനിക്ക് മികച്ച ഭരണം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ എന്താ ആളുകളുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കും, ഉറപ്പായിട്ടും മാറും. ഇപ്പൊ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പല ചർച്ചകളും വരുന്നതാണ്. ഇത് പിണറായി സർക്കാർ, പിണറായി വിജയൻ എന്നൊരു വ്യക്തിയുടെ ഉം. ധാർഷ്ട്യവും അല്ലെങ്കിൽ അഹങ്കാരം അങ്ങനത്തെ ഒരു സ്വഭാവം കാണിച്ചുകൊണ്ടാണ് ഞാനൊരു കാര്യം പറയട്ടെ. ഉം. ഇപ്പോ നമ്മുടെ സലീമേട്ടൻ മരിച്ചല്ലോ. മരിച്ചു. ആ സമയത്ത് ചന്തു കുറച്ച് ശബ്ദം ശബ്ദം ഉയർത്തിയിരുന്നു. ഉയർത്തിയിരുന്നു. അത് തീർച്ചയായിട്ടും ആ ഒരു മകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു വികാര പ്രകടനം മീൻസ് അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ വികാരം, അദ്ദേഹത്തിന്റെ വേദന അല്ലെ. കാരണം ഈ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടിച്ചു കയറി. ഇടിച്ചു കയറി അവിടെ എന്താ പറയാ ഫുൾ ക്യാമറ വെച്ചിട്ട് ഈ പറയുന്ന സെലിബ്രിറ്റീസും ഒക്കെ വരുന്ന സമയത്ത് അവരെ കാണാൻ വേണ്ടി നിൽക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു അല്ലെ. അതെ, അതെ. ആ അവസ്ഥയിൽ ഉറപ്പായിട്ടും ഒരു മകൻ എന്നുള്ള നിലയിൽ വേദന ഉണ്ടാവും തീർച്ചയായിട്ടും. അതിന് ഒരു തെറ്റുമില്ല ആ ചെയ്തതിൽ. അവിടെ നമ്മുടെ CM വളരെ സാധാരണക്കാരനായിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം എല്ലാവരോടും മാറി നിൽക്കാൻ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതെ, ഇല്ലേ. അതെ. അപ്പൊ നമ്മളൊക്കെ അത് കാണുമ്പോ നമുക്ക് CM ഇങ്ങനെ ഇറങ്ങിയല്ലോ അല്ലെ, ആ ഒരു ചിന്തയുണ്ട്. അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പിണറായി വിജയൻ സാറിന്റെ ആ ഒരു ധാർഷ്ട്യം എന്ന് പറഞ്ഞല്ലോ അല്ലെ, അതെ. അല്ലെങ്കിൽ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അതെ. നേരെ മറിച്ച് അവിടെ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇറങ്ങി സംസാരിച്ച ആ സമയത്ത് അത് പിണറായി സാറാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരൊറ്റ മാധ്യമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയല്ല, അല്ലെങ്കിൽ ഒരൊറ്റ ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ടാവാൻ സാധ്യതയല്ല ക്യാമറ പിടിച്ചിട്ട്. അതായത് അദ്ദേഹത്തിന്റെ ഒരു ഓറ, അദ്ദേഹത്തിനോടുള്ള റെസ്പെക്ട്, അതുകൊണ്ടാവാം അദ്ദേഹത്തിന് ആളുകൾക്ക് പേടിയാണ്. ഒരു ഭരണാധികാരി അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളതിന് ക്യാരക്ടർ ഓക്കെ, പക്ഷെ അദ്ദേഹം ജനങ്ങളോട് നിൽക്കുന്ന രീതി ഉണ്ടല്ലോ, അതിനെ ആളുകൾ മാനിക്കുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏതൊരു പ്രതിപക്ഷം റെസ്പെക്ട് ചെയ്തിരുന്നു. അതെ. ചെയ്യാതിരുന്ന ഒന്ന് രണ്ട് കുറച്ച് ആളുകളേ ഉള്ളൂ. അത് ഞാനത് പറയുന്നില്ല. പക്ഷെ സംസാരത്തിൽ അദ്ദേഹത്തിനേക്കാൾ എത്രയോ ചെറുപ്പമായിട്ടുള്ള പ്രതിപക്ഷത്തിരുന്നിരുന്ന ആളുകള് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട് എടുത്തു പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ട്. അത് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ ഇവിടെ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇറങ്ങിയപ്പോ ആളുകള് അതുപോലെ തന്നെ നിന്നു, ഒരു പ്രതികരണം ഇല്ലായിരുന്നു, ഒന്ന് മാറി നിൽക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പിണറായി സാർ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ ആളുകളൊക്കെ മാറി നിന്നേനെ. തീർച്ചയായിട്ടും. ഓക്കെ. ആ ഒരു ഒറ്റ ഡയലോഗ് മതി, കിടക്ക് പുറത്ത് ഒറ്റ ഡയലോഗ് അല്ലെങ്കിൽ ഒരു നോട്ടം മതി. അതൊരു സംഭവം ഉള്ള കാര്യം തന്നെയാണ്. ഞാനൊരു പാർട്ടിയിലും അനുഭാവിയല്ല, മെമ്പർഷിപ്പ് പോലും ഇല്ല എനിക്ക്. എങ്കിലും നമ്മുടെ ഇപ്പോ ഉള്ള മുഖ്യമന്ത്രിയുടെ സമീപനം നല്ല രീതിയാണ്. ആ ചിരി കാര്യങ്ങള്, അദ്ദേഹം സാധാരണക്കാരോട് സംസാരിക്കുന്നത് ഉറപ്പായിട്ടും നല്ല തന്നെയാണ്. നമുക്ക് നല്ലത് തന്നെ പ്രതീക്ഷിക്കാം. എടുത്ത് പറയേണ്ടത് വലിയ എന്താ പറയാ, എന്താ ഒരു സാധാരണക്കാരന് ഒരു തടസ്സമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. പണ്ടൊക്കെ ഒരു മന്ത്രി പോകുന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലോക്കാണ്. അതെ അതെ അതെ. ഇന്നത് ഒരുപാട് മാറിയിട്ടുണ്ട്. അതൊക്കെ ഏറ്റവും നല്ല കാര്യമായിട്ട് തന്നെയാണ്. ഇനി 5 വർഷം എങ്ങനെ പോകും നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും. വീണ്ടും അതിന് ചർച്ച ചെയ്യാനായിട്ട് എനിക്ക് അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ സിനിമാ ലോകത്ത് ഒരു പാട്രിയോട്ടിക് ഒരു കൾച്ചർ ഉണ്ട്. അതായത് തലപ്പത്ത് ഒരാളാണ് കൺട്രോൾ ചെയ്യുന്നത്. അഭിനയായാലും പാട്ടായാലും എല്ലാ രംഗത്തും ഓരോ മേഖലയിലും ഓരോ പാട്രിയോട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാട്രിയോട്ടിക്കൽ കൾച്ചറുള്ള ഈ ഒരു മോളിവുഡിൽ താങ്കളെ പോലുള്ള ഒരു ന്യൂ കമ്മേഴ്സിന് എങ്ങനെ ആ ഒരു സ്പേസ് നേടാൻ പറ്റും? അത്തരത്തില് എത്താനുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള മത്സരം നമ്മുടെ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോ നസ്ലിൻ ആണെങ്കിൽ പോലും ആ ഒരു മമ്മൂട്ടി, എനിക്ക് തോന്നുന്നു അദ്ദേഹം മമ്മൂട്ടി ആരാധകനാ തോന്നുന്നു. മമ്മൂട്ടി ലാലേട്ടൻ റേഞ്ചിലേക്കൊക്കെ എത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും. ഓരോ ആളുകളും ഇപ്പോ പുതുതായിട്ട് വരുന്ന ആരാണെന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മുടെ മലയാള സിനിമയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് പൃഥ്വിരാജൊക്കെ പുതിയ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ടോ? വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും അല്ലേ. അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഇപ്പൊ നിലവിലുള്ള എല്ലാ നടന്മാർക്കുണ്ട്. ആ ഒരു എളിമ, താഴ്മ എന്നൊക്കെ പറയുന്നത് പോലെ ഒരാള് വരികയാണെന്നുണ്ടെങ്കിൽ കേറി വാടമാ എന്ന് പറയുന്നത്, ആ ഒരു മനോഭാവം നമ്മുടെ മലയാള നടന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെപ്പോലെ ഉള്ള പുതിയ ആളുകള് ഉറപ്പായിട്ടും അവര് അവിടെ ഒരു ചെയർ തരും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അതിന്റെ ഒരു ചുവടുപ്പാണ് ഇപ്പൊ 2 സോങ്ങുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഇനി അപ്കമിങ് ഡേയ്സിൽ ഇനി അടുത്തടുത്ത പാട്ടുകൾ ഇറങ്ങും. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഒരു ഇഷ്ടപ്പെട്ടൊരു പാട്ട് 4 വരി പാടാൻ പറ്റും? ഞാനും നീയും പോലെ നമ്മളൊന്നായി ചേരും നമ്മിൽ,
ഞാനും നീയും പോലെ നമ്മളൊന്നായി ചേരും പൂങ്കാറ്റിനോടൊന്നു ചൊല്ലി നീ എൻ്റെ തളരാത്തരാവു തരളിതമായി നിഴൽ വീണ നോവിൻ ഇതൾ പൊഴിയും കാറ്റും കോളും നീയും ഞാനാകുമോ പ്രണയിക്കാൻ ലാരാരാരാ. അങ്ങനെ പോകുന്നുണ്ടോ? അടിപൊളി അടിപൊളി അടിപൊളി. എനിക്ക് ചെറിയൊരു ഗൂസ് ബംസ് ഒക്കെ കിട്ടി. ആണല്ലേ? അതായത് പ്രണയം ഉള്ളിൽ എങ്ങനെ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ടോ? ഒരുപാട് പ്രണയിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാല് ഞാൻ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട്. ഓക്കെ, അതെ. പിന്നെ ഭാര്യക്കറിയോ? അല്ല, ഭാര്യനെ തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. Okay. പക്ഷെ അതുപോലെ തന്നെ ഞാന് ഇപ്പോ പാട്ടുകൾ എഴുതുമ്പോ അതിനെ നന്നായിട്ട് പ്രണയിക്കുന്നുണ്ട് ഞാൻ. ഈ എന്റെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ മഴ എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഇന്നലെ ഒരു ഡയറക്ടർ മെസ്സേജ് അയച്ചു, എടാ ഒരു പിന്നെ സോങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് മഴ വേണ്ടട്ടോ എന്ന് പറഞ്ഞു. മഴ പിടിക്കണ്ടേ നീ? അതെന്താന്ന് ചോദിച്ചു. മഴ വന്നു കഴിഞ്ഞാല് അതില് ഫയർ എഞ്ചിനൊക്കെ വിളിക്കേണ്ടി വരും, ബഡ്ജറ്റ് കൂടും, അതുകൊണ്ട് മഴ വേണ്ടട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ മഴ കൂടുതൽ ഉണ്ടായത് കൊണ്ടാണ് അവൻ അങ്ങനെ പറയാൻ കാരണം. തീർച്ചയായിട്ടും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാത്തിനെയും പ്രണയിക്കുന്നത് കൊണ്ടാണ് കുറെ പ്രണയഭാവങ്ങള്, വരികള്, അക്ഷരങ്ങളൊക്കെ വരുന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. താങ്കളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കഴിവാണ് എല്ലാത്തിനും അൾട്ടിമേറ്റ്. അതായത് നമ്മുടെ ആഗ്രഹം, പാഷൻ, അതായത് പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. താങ്കളുടെ ഉള്ളിൽ ആ ഒരു പാട്ട് ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അത് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അപ്പൊ താങ്കളൊരു സിനിമയിൽ പാടണം, താങ്കൾ എഴുതിയ പാട്ടുകൾ താങ്കൾ തന്നെ പാടി പുറത്തേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. താങ്കൾക്ക് അതിനുള്ളൊരു ടാലന്റ് ഉണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഇനിയിപ്പോ വീഡിയോ ഇറങ്ങി കഴിഞ്ഞാല് കമന്റ് ബോക്സിൽ നല്ല രീതിയിൽ അതെല്ലാരും പറയും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അദ്ദേഹം ഭാവിയിൽ ഒരു സിംഗർ ആവണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയട്ടെ. തീർച്ചയായിട്ടും. ഇനി അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, സ്വപ്നങ്ങൾ കാണുക. തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകര് സിനിമയുമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒക്കെ ആയിരിക്കും. അപ്പോ സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ കണ്ട് 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 ഉറങ്ങുക, ഉണരുക. നമ്മള് തോൽവികളെ എപ്പോഴും നമ്മള് പേടിയോടുകൂടി കാണുന്നുണ്ടല്ലോ പല ആളുകളും. തീർച്ചയായിട്ടും തോറ്റു ജയിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണുക, ഒരുപാട് തോൽവികളെ ഏറ്റുവാങ്ങുക. അവസാനം വിജയത്തിന്റെ ഒരു വലിയ വിശാലതയിലേക്ക് തീർച്ചയായിട്ടും എത്തും, ഉറപ്പ്. അപ്പോ ഇത്രയും നേരം പാട്ടിനെ കുറിച്ചും പാട്ട് പാടി തന്നതിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ താങ്കൾ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി. ഇനിയൊരു മ്യൂസിക് പ്രൊഡ്യൂസർ അല്ല, ഒരു ഗായകനായിട്ട് നമുക്കിനി കണ്ടുകൂട്ടാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും.